എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നവോത്ഥാന നായകന്മാരെക്കുറിച്ചുള്ള ഒരു സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 10ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടു നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തെ ആളാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ, രണ്ടാമത്തെ ആളാണ് പൊയ്കയിൽ യോഹന്നാൻ. ഇദ്ദേഹത്തെ കുമാര ഗുരുദേവൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1805 മുതൽ 1871 വരെ ആയിരുന്നു. ഇതാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1805 മുതൽ 1871 വരെ ആയിരുന്നു. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് 1805 ഫെബ്രുവരി 10-നാണ്. അപ്പോൾ എന്നാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത്? 1805 ഫെബ്രുവരി 10. കുര്യാക്കോസ് ഏലിയാസ് ജനിച്ച സ്ഥലം കൈനകരി. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കൈനകരി. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കൈനകരി ആരുടെ ജന്മസ്ഥലമാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ജന്മസ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലെ കൈനകരി. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ആദ്യത്തെ കേരളീയ വികാരി ജനറൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. എന്താണ്? ആദ്യത്തെ കേരളീയ വികാരി ജനറലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം 1829. ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം 1829. സീറോ മലബാർ കത്തോലിക് പള്ളിയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ വികാരിയായത് 1861. ഇതാണ് സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ. സീറോ മലബാർ കത്തോലിക് പള്ളിയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ വികാരിയായ വർഷമാണ് 1861. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മന്നാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ്. അപ്പോൾ സെന്റ് ജോസഫ് പ്രസിന്റെ സ്ഥാപകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. സെന്റ് ജോസഫ് പ്രസിന്റെ സ്ഥാപകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. എവിടെയാണ് ഈ പ്രസ് സ്ഥാപിച്ചത്? എവിടെയാണ് സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത്? അത് മന്നാനത്താണ്. മന്നാനം എവിടെയാണ്? കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലെ മന്നാനത്ത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത്. പിന്നെന്താണ് ഈ പ്രസിന്റെ പ്രത്യേകത? കേരളത്തിലെ 3ാമത്തെ പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ്. കേരളത്തിലെ 3ാമത്തെ പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ്. അപ്പോൾ ആദ്യത്തെ പ്രസ് ഏതാണ്? അത് CMS പ്രസ് ആണ്. CMS പ്രസിന്റെ സ്ഥാപകൻ ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ് CMS പ്രസ് സ്ഥാപിച്ചത്. അത് എവിടെ തന്നെയാണ്? കോട്ടയം തന്നെയാണ്. സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് കോട്ടയത്തെ മന്നാനത്ത് സെന്റ് ജോസഫ് പ്രസിലാണ്. ഇവിടെ ഈ 2 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് പഠിക്കണം. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. അപ്പോൾ നസ്രാണി ദീപിക എന്താണ് പറഞ്ഞിരിക്കുന്നത്? നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് ആരുടെ പ്രസിലാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ സെന്റ് ജോസഫ് പ്രസിലാണ്. നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് കോട്ടയത്ത് മന്നാനത്തുള്ള കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ സെന്റ് ജോസഫ് പ്രസിലാണ്. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്.
ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കുടം എന്ന നാമം ലഭിച്ചത് ഈ പദ്ധതി മൂലമാണ്. കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കുടം എന്ന നാമം ലഭിച്ചത് ഈ പദ്ധതി മൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ എന്തെന്നും അറിയപ്പെടുന്നത്? കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ചാവറ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ച വർഷം 1846. എന്താണ്? ചാവറ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ച വർഷമാണ് 1846. ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? നമ്മൾ പറഞ്ഞു 1846 ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. ഇനി എവിടെയൊക്കെയാണ് ഈ സ്കൂളുകൾ സ്ഥാപിച്ചത്? എവിടെയൊക്കെയാണ്? ഒന്നാമത്തേത് മന്നാനം, കോട്ടയം ജില്ലയിലെ മന്നാനത്തും രണ്ടാമത്തേത് എറണാകുളം ജില്ലയിലെ കൂനമ്മാവിലുമാണ്. അപ്പോൾ ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ 1846 സംസ്കൃത സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് സംസ്കൃത സ്കൂളുകൾ ആരംഭിച്ചത്? ഒന്ന് കോട്ടയം ജില്ലയിലെ മന്നാനത്താണ്. രണ്ടാമത്തേത് എറണാകുളം ജില്ലയിലെ കൂനമ്മാവിലാണ്. സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ, അതായത് CMS എന്ന സന്യാസി സഭ സ്ഥാപിച്ച വർഷം 1866. അപ്പോൾ CMS എന്ന സന്യാസി സഭ സ്ഥാപിച്ച വർഷം എന്നാണ്? 1866. അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. എന്താണ്? അമലോത്ഭവ ദാസ സംഘം. അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. നിധിയിരിക്കൽ മാണിക്കത്തനാർ ആരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക. എന്താണ്? നിധിയിരിക്കൽ മാണിക്കത്തനാർ ആരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക. എന്നാണ് ആരംഭിച്ചത്? 1887. അപ്പോൾ ആരുടെ പത്രമാണ് നസ്രാണി ദീപിക? നിധിയിരിക്കൽ മാണിക്കത്തനാരുടെ പത്രമാണ് നസ്രാണി ദീപിക. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞത് 1871 ജനുവരി 3-നാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞത് 1871 ജനുവരി 3-നാണ്. ചാവറയച്ചൻ അവസാന നാളുകളിൽ കഴിഞ്ഞിരുന്നത് സെന്റ് ഫിലോമിനസ് പള്ളിയിലാണ്. ചാവറയച്ചൻ അവസാന നാളുകളിൽ കഴിഞ്ഞിരുന്നത് എവിടെയാണ്? സെന്റ് ഫിലോമിനസ് പള്ളിയിലാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം 1986 ഫെബ്രുവരി 8. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1986 ഫെബ്രുവരി 8-നാണ്. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതാരാണ്? അത് ജോൺ പോൾ മാർപ്പാപ്പ 2 ആണ്. ജോൺ പോൾ 2 മാർപ്പാപ്പയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. ഇനി ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം എന്താണ്? വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? അത് 2014 നവംബർ 23-നാണ്. അപ്പോൾ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1986 ഫെബ്രുവരി 8-നാണ്. ഇങ്ങനെ പ്രഖ്യാപിച്ചതാരാണ്? അതായത് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതാരാണ്? അത് ജോൺ പോൾ 2 മാർപ്പാപ്പയാണ്. ഇനി വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? അത് 2014 നവംബർ 23-നാണ്. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതാരാണ്? അത് പോപ്പ് ഫ്രാൻസിസ് ആണ്. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ് ആണ്. ചാവറ അച്ഛനോടൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏവു പ്രാസ്യാമ. ചാവറ അച്ഛനോടൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരെയാണ്? ഏവു പ്രാസ്യാമ. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരള സാക്ഷരതയുടെ പിതാവ് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. എന്താണ്? പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്?
കുര്യാക്കോസ് ഏലിയാസ് ചാവറ. CMI സഭ സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. CMI സഭ സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. എന്നാണ് വർഷം? 1831 മെയ് മാസത്തിലാണ്. എവിടെയാണ് സ്ഥാപിച്ചത്? കോട്ടയം ജില്ലയിലെ മന്നാനത്താണ്. CMI സഭ സ്ഥാപിച്ച വർഷം 1831 മെയ് 11. എവിടെയാണ് സ്ഥാപിച്ചത്? കോട്ടയം ജില്ലയിലെ മന്നാനം. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് CMI സഭയാണ്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് CMI സഭയാണ്. CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ്റെ സഹകാരികൾ ആരൊക്കെയായിരുന്നു? CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ്റെ സഹകാരികൾ ആരൊക്കെയായിരുന്നു? പാലയ്ക്കൽ തോമാ മാൽപ്പൺ, പാലയ്ക്കൽ തോമാ മാൽപ്പൺ, പോരുകര തോമസ് അച്ഛൻ. പാലയ്ക്കൽ തോമാ മാൽപ്പൻ, പോരുകര തോമസ് അച്ഛൻ. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറലായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറലായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞ സ്ഥലമാണ് കൊച്ചിയിലെ കൂനമ്മാവ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞ സ്ഥലമാണ് കൊച്ചിയിലെ കൂനന്മാവ്. അതേപോലെ തന്നെ പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചതും എവിടെ തന്നെയാണ്? കൂനമ്മാവിൽ തന്നെയാണ്. പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചതും കൂനമ്മാവിൽ തന്നെയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1987 ഡിസംബർ 20. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷമാണ് 1987 ഡിസംബർ 20. ഇനി നമുക്ക് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൂനമ്മാവ് മഠം, നളാഗമം, മരണപർവം, ധ്യാനസല്ലാപങ്ങൾ, സിറോ മലബാർ സഭയുടെ കലണ്ടർ, 40 മണിയുടെ ക്രമം, അനസ്താസ്യയുടെ രക്തസാക്ഷിത്വം, കനോന നമസ്കാരം, ആത്മാനുതാപം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ആരെക്കുറിച്ചിട്ടാണ്? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാന്റെ കാലഘട്ടം 1879 മുതൽ 1939 വരെ ആയിരുന്നു. പൊയ്കയിൽ യോഹന്നാന്റെ കാലഘട്ടം 1879 മുതൽ 1939 വരെ ആയിരുന്നു. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 ഫെബ്രുവരി 17. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 ഫെബ്രുവരി 17. പൊയ്കയിൽ യോഹന്നാന്റെ ബാല്യകാല നാമമാണ് കൊമാരൻ അല്ലെങ്കിൽ കുമാരൻ. പൊയ്കയിൽ യോഹന്നാന്റെ ബാല്യകാല നാമമാണ് കൊമാരൻ അല്ലെങ്കിൽ കുമാരൻ. ഇനി പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം ഒരുപാട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ. പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ. പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. അതേപോലെ തന്നെ കുമാര ഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നീ പേരുകളിലും ആരറിയപ്പെട്ടിരുന്നു? പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെട്ടിരുന്നു. പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് കുമാര ഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. എന്താണ്? സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കുമാര ഗുരുദേവൻ. ഇനി അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പേര് ലഭിച്ചത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ.
ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലമാണ് വാകത്താനം. എന്നാണ് 1906. എന്താണ്? ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലമാണ് വാകത്താനം. എന്നാണ് 1906. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതർ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതർ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കയിൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങളാണ് 1921, 1931. എന്താണ്? ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കയിൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങളാണ് 1921, 1931. ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. അപ്പോൾ പൊയ്കയിൽ യോഹന്നാന്റെ കവിതാ സമാഹാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് രത്നമണികളാണ്. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് M.R. രേണുകുമാർ. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് M.R. രേണുകുമാർ. പൊയ്കയിൽ യോഹന്നാൻ മരണമടഞ്ഞ വർഷം 1939 ജൂൺ 29. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്കയിൽ യോഹന്നാനാണ്. ഇതാണ് അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള. അപ്പോൾ അടിലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാൻ. അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളാണ് വാകത്താനം ലഹള, കൊഴിക്കുംചിറ ലഹള, മംഗളം ലഹള, വെള്ളീനടി സമരം. എന്തൊക്കെയാണ്? അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളാണ് വാകത്താനം ലഹള, കൊഴിക്കുംചിറ ലഹള, മംഗളം ലഹള, വെള്ളീനടി സമരം. അപ്പോൾ അടിലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് പൊയ്കയിൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRDS പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ്. ഇത് ഒരുപാട് ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. അതേപോലെ PRDS സ്ഥാപിച്ച വർഷം എന്നാണ് 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം തിരുവല്ലയിലെ ഇരവിപേരൂരാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവല്ലയിലെ ഇരവിപേരൂരാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കുന്ന്, ഉദിയൻകുളങ്ങര. എന്താണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കുന്ന്, ഉദിയൻകുളങ്ങര. അതേപോലെ തന്നെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും ആര് തന്നെയാണ്? കുമാര ഗുരുദേവൻ തന്നെയാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമാര ഗുരുദേവൻ. എന്താണ്? PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമാര ഗുരുദേവൻ. ഇതിന്റെ മുദ്രാവാക്യമായിരുന്നു സമാധാനം ലോകത്തിനു സമാധാനം. താങ്ക് യു.